നമസ്കാരം. തന്റെ നേരെ നീളുന്ന തെമ്മാടി കൈകളെ തട്ടി മാറ്റാൻ കരുത്തുള്ളവളായിരിക്കണം ഓരോ പെണ്ണും. കണ്ണീരിൽ ചാലിച്ച കന്മസി ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ഏട്ടാ ഒന്ന് കാണിച്ചു തരാ. ആദ്യത്തെ കൂടെ കാണിച്ചു. ഇതിന്റെ ഹാർഡ് കോപ്പി ഇന്ന് തന്നെ അയച്ചുതരൂലേ? ആ ഓക്കെ ഇന്ന് തന്നെ അയച്ചുതരാം. ഈ നമ്പറിലൊക്കെ ഒരു ഹായ് ഇട്ടാ മതി. ക്യാഷ് ഞാൻ ജിപേ ചെയ്യാട്ടാ. ഓക്കെ താങ്ക്സ്. ഏച്ചി ഞാൻ ഫോട്ടോ എടുത്തുട്ടാ. അടുത്ത ആഴ്ചയാണോ ഒഡീഷൻ? ഇന്നെ ഫോട്ടോ അയക്കല്ലേ? അഞ്ജു, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഫോട്ടോ അയക്കണ്ടാന്ന്. അതെന്താ ചേച്ചിക്ക് അഭിനയിച്ചോടൂ? ഞാൻ അഭിനയിക്കുന്ന ചേച്ചിക്ക് എന്താ ഇത്ര എതിർപ്പ്? ഞാൻ സിനിമ അഭിനയം നിർത്തിയില്ലേ മോളെ. നീ ഞാൻ പറയുന്ന കേൾക്ക്. സിനിമ നമുക്ക് പറ്റുന്നതല്ല. എന്തിനാ ചേച്ചി അഭിനയം നിർത്തിയേ? ഈ വീട്ടിലെ താരം ചേച്ചിനോട് പറഞ്ഞിട്ട് അഭിനയം നിർത്താൻ? അത് ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. മറ്റൊന്നും എന്നോട് ചോദിക്കണ്ട. ഇല്ല, ഞാൻ ഫോട്ടോ അയക്കും. ഒഡീഷനും പോവും. ആരെന്ത് പറഞ്ഞാലേ ഒഡീഷനും. മോളെ നീ ഞാൻ പറയുന്ന കേൾക്ക്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. സിനിമാ മേഖലയിലെ പലരും ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക്. ചേച്ചി എന്തിനാ കരയുന്നേ? പെട്ടുമോളെ. ചേച്ചി എന്താ അമ്മച്ചേ? ഈ കാരണമാണ് മോളെ എന്റെ ഏറ്റവും വലിയ സ്വപ്നമായ അഭിനയം, സിനിമ അഭിനയം എനിക്ക് നിർത്തേണ്ടി വന്നത്. ചേച്ചി എന്താ എന്റെ ചേച്ചിക്ക് പറ്റിയേ? പറ, ഈ അനിയത്തിനോട് പറ. ഷൂട്ടിംഗ് കഴിഞ്ഞ അന്ന് രാത്രി റൂമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മഞ്ജിമ റെസ്റ്റ് എടുക്കുവാണോ? ഓ, ഇന്ന് റെസ്റ്റ് ഇല്ലാത്ത ഷൂട്ടിംഗ് ആയിപ്പോ അല്ലേ? കുഴപ്പമില്ല സാർ. ഷൂട്ടിംഗ് കഴിഞ്ഞ് സുലുവേച്ച് ഇതുവരെ എത്തിയിട്ടില്ല. വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. എവിടെ പോയെന്നറിയോ? അവര് കുറച്ചുപേരോടി പുറത്തുപോയിട്ടുള്ള. ഡിന്നറൊക്കെ കഴിഞ്ഞ് പതുക്കെ വരൂ, നമുക്ക് സംസാരിച്ചിരിക്കാന്ന്. സുലുവേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും പോവായിരുന്നു. നിന്നോട് പറയണ്ടാന്ന് ഞാൻ അവരോട് പറഞ്ഞ. നീ ടയേർഡല്ലേ? നീ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചു. സർ വിട് സർ, വിട്, എനിക്കിതിഷ്ടല്ല. മഞ്ജിമ അതൊക്കെ ശീലായിക്കോളുന്നേ. ഇല്ല സാർ, എനിക്കിഷ്ടല്ല. മഞ്ജിമ, എന്റെ ഈ ആഗ്രഹത്തിന് മുന്നിൽ വഴങ്ങുന്നതാ നിനക്ക് നല്ലത്. മറിച്ചായാൽ നീ അനുഭവിക്കും. നിന്റെ അഭിനയം കണ്ടിട്ട് മാത്രമൊന്നല്ല ഞാൻ നിന്റെ സിനിമയിലെടുത്തിന്, നിന്റെ ശരീരം കണ്ടിട്ട് കൂടിയാണ്. സർ ഡോറിലാരും മുട്ടുന്നു. പ്രതീക്ഷിക്കാതെ സുലുവേച്ച് നേരത്തെ വരുന്നു. അപ്പൊ തന്നെ സാർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് പലപ്പോഴും എന്നെ ഒറ്റക്കിട്ടാൻ അത് ശ്രമിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ ഒഴിഞ്ഞു മാറി. അന്ന് നിർത്തിയതാ മോളെ എന്റെ സിനിമാഭിനയം. ചേച്ചി കരയരുത്. ഇതിന്റെ പേരിൽ എന്റെ അഭിനയ സ്വപ്നം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. പേടിച്ച് ചുരുളുന്നവളല്ല പെണ്ണ്, ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ടവളാണ്. തെറ്റ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങുന്നവളെ തിരിച്ചടിക്കുന്നവളാണ്. അടിയേറ്റ് കണ്ണു നിറഞ്ഞ പെണ്ണുങ്ങൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അടിച്ച് കണ്ണു പൊട്ടിക്കുന്നവളെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നന്ദി, നമസ്കാരം.